പക്ഷേ സമ്പത്ത് ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പരാതി. ഇന്നിപ്പോ AG കോടതിയിൽ പറഞ്ഞ സുപ്രീം കോടതിയെ അറിയിച്ച ഒരു കാര്യം നോക്കൂ, കേരളത്തിന്റെ ഓൺ ഇൻകം 93,899 കോടിയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് 82,000 കോടി ഇതിനോടകം നേരത്തെ പറഞ്ഞ ഒന്ന് വായ്പ ഇനത്തിലും അതുപോലെ തന്നെ ഈ വിവിധ ഗ്രാന്റുകളും റവന്യൂ വിഹിതവുമായിട്ടും കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തനത് വരുമാനത്തിന് ഏതാണ്ട് അടുത്തെത്തുന്ന തുക കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത്. അപ്പോൾ കേരളത്തെ മാത്രമായി ശ്വാസം മുട്ടിച്ചു, കേരളത്തെ മാത്രമായി പരിഗണിച്ചില്ല എന്ന് ഏത് കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്? ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ AGയും ASGയും എല്ലാം പറഞ്ഞതിനും അപ്പുറമായി അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ചർച്ചയിലാണ് എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷെ എൻ്റെ സീമയ്ക്ക് അപ്പുറമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനാണ്. ഞാനൊരു തർക്കത്തിനും ഒന്നുമല്ല. ശ്രീ വെങ്കട്ടരാമനും പറഞ്ഞതിനപ്പുറമായി അദ്ദേഹം പറയുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. കേരളം ഈ 13,609 കോടി രൂപയുടെ കാര്യത്തിനായി മാത്രമായല്ല ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തത് സുപ്രീം കോടതിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു ഭരണഘടനാ വിഷയം, ഒരു ഭരണഘടനാ കേസായി ഇത് മാറുകയാണ് എന്നുള്ളത്. ഇവിടെ ഫെഡറൽ തത്വങ്ങളുടെ പൂർണ്ണമായ ലംഘനം ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്നത്. നമുക്ക് അധിക സമയമൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഒന്ന്, പ്രളയമുണ്ടായി. ആ പ്രളയകാലത്ത് മുമ്പ് ദേശീയ ദുരന്തമായി ഗുജറാത്തിലുണ്ടായ ഭൂകമ്പം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അതിന് സഹായമായി അത്തരത്തിൽ വിദേശത്തു നിന്നടക്കം ധനസഹായം സർക്കാരുകളുടേത് ലഭിച്ചു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഏറ്റവും കൂടുതൽ അത്തരത്തിലൊരു സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു സംസ്ഥാനത്ത് ഈ വിധത്തിൽ പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ വിദേശത്തു നിന്നുള്ള സഹായം അത് തട്ടിത്തെറിപ്പിക്കുന്നതിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നു എന്നുള്ളത് അതൊരു ദുഃഖകരമായ വസ്തുതയാണ്. വേറൊന്ന്, ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രോജക്റ്റുകൾ, ഞാൻ ഊർജ്ജത്തെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ തുകകൾ കൃത്യമായി ലഭ്യമായില്ല എങ്കിൽ നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധി എന്നുള്ളത് ഉണ്ടാവും. മറ്റൊന്ന്, ഇവിടെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ചാണ് എങ്കിൽ കടമെടുക്കുക എന്നുള്ളത് കടമെടുക്കും, കടം വീട്ടും, അത്തരം കാര്യങ്ങൾ, അത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഒരു സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ വികസനവും അതിൻ്റേതായ അതിൻ്റെ പ്രയോറിറ്റിയും മറ്റൊരു സംസ്ഥാനവുമായി നമ്മൾ തുലനം ചെയ്യരുത്. കാരണം ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിത ആയുസ്സുള്ളൊരു സംസ്ഥാനത്തിരുന്നാണ് ഈ മാതൃഭൂമിയിൽ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കുറവ് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനത്തിരുന്നാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തുമൊക്കെ നാം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഞാനത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണാധികാരിയുടെയോ ഒരു പ്രത്യേക ഗവൺമെൻറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിൻ്റെയോ തലമുറയുടെയോ തലയിലേക്ക് ഇതിൻ്റെ എല്ലാ ഖ്യാതിയും വെച്ച് കെട്ടാനല്ല. അതെല്ലാം തുടരെ നമുക്ക് അത്തരത്തിൽ നേടിയെടുക്കാനായി കഴിഞ്ഞതാണ്. അതിലെല്ലാവർക്കും അതിൽ പങ്കുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. ഇത് നിലനിർത്തുകയും മുന്നോട്ട് പോവുകയും വേണം. നമ്മൾ കേരളം ഇക്കാര്യത്തിൽ മത്സരം എന്നൊരു പദം ഉപയോഗിക്കുന്നതിൽ എന്നോട് ദയവായി അഭിലാഷ് ക്ഷമിക്കണം. ഈ കാര്യം മത്സരം അല്ല എങ്കിൽ എനിക്ക് മറ്റൊരു പദം കിട്ടാത്തത് കൊണ്ടാണ്. രാജസ്ഥാനിനോടല്ല, UPയോടല്ല, മധ്യപ്രദേശിനോടല്ല, ബീഹാറിനോടല്ല, ലോകത്തിലെ മിത സമൃദ്ധ സമൂഹങ്ങൾ അത്തരത്തിലുള്ള ഒരു ഡെവലപ്ഡ് നേഷൻസ് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് അത്തരത്തിലുള്ള പല രാജ്യങ്ങളും നേടിയിട്ടുള്ള ആ നിലവാരത്തിലേക്കാണ് നമ്മൾ എത്തുക. നമ്മൾ നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് കോട്ടമായി ധനകാര്യ കമ്മീഷൻ പറഞ്ഞാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 264 ആർട്ടിക്കിൾ 280 അനുസരിച്ചാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ആ ഫിനാൻസ് കമ്മീഷൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം, കേരളം മാത്രമല്ല ഇക്കാര്യത്തിൽ പലപ്പോഴും കേരളം, തമിഴ്നാട്, കർണാടകം, ഇങ്ങനെ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പലപ്പോഴും അവർ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ഈ നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത് കോട്ടമായി മാറുക എന്നത് അത് അനുവദിച്ചു കൊടുക്കാനായി കഴിയില്ല. ഇവിടെ ഒരു ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല ഒരു സംസ്ഥാന ഗവൺമെൻറ്. ഞാൻ ആവർത്തിക്കുകയാണ്, അവിടെ അടിമ ഉടമ ബന്ധവും യജമാനൻ്റെ കീഴിലുള്ള ഒരു പണിക്കാരൻ തമ്മിലുള്ള ബന്ധമേ അല്ല. ഇറ്റ്സ് നോട്ട് എ റിലേഷൻ ബിറ്റ്വീൻ ദ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ്. അപ്പോൾ അത് ഈ സംസ്ഥാനത്തിൻ്റെതായ ബഡ്ജറ്റുണ്ട്. ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം പിടിമുറുക്കാൻ അത്തരത്തിൽ യൂണിയൻ ഗവൺമെൻറ് ശ്രമിക്കുക എന്നത് ഫെഡറൽ സംവിധാനത്തിൽ ഒട്ടും ശരിയല്ല. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞത്, എന്ത് കാര്യത്തിലാണ് ഭരണഘടനാ ലംഘനമുണ്ടായത്? എൻ്റെ വിനീതമായ അഭിപ്രായം,
ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ആ ബെഞ്ചിൻ്റെ അധ്യക്ഷനായിരുന്ന ആ ബെഞ്ചിൻ്റെ വിധിയിൽ പറയുന്നത് അത് ആ ഇലക്ട്രൽ ബോണ്ടുകൾ നിയമനിർമ്മാണം വഴി കൊണ്ടുവന്നത് BJP ഗവൺമെൻറ് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലീഗൽ എന്ന് മാത്രമല്ല, നിയമവിരുദ്ധമെന്ന് മാത്രമല്ല, അതിനെ ഭരണഘടനാ വിരുദ്ധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം വേറെ എന്ത് വേണം? ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം, ആ ഭരണം നേടുന്നതിന്, നിലനിർത്തുന്നതിന് അത്തരത്തിൽ പല വഴികളിൽ കൂടി ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അത് വെളിച്ചത്ത് വരരുത് എന്ന് ഇനിയിപ്പോൾ ഇത്തരം കാര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഇനിയിപ്പോൾ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ടല്ലോ. അതിലേക്ക് കിടക്കുകയല്ല. അദ്ദേഹം ഈ ഒരു കാര്യം ഭരണഘടനാ വിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിന് അപ്രീഷിയേറ്റ് ചെയ്യണം? ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെല്ലാം സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് കൊണ്ട് ഇനി അവരെല്ലാം കീഴടങ്ങി. അതുകൊണ്ട് യു ഷുഡ് അപ്രീഷിയേറ്റ് ദ കൺവിക്സ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പറയുന്ന പ്രതികളെല്ലാം നിങ്ങൾ അഭിനന്ദിക്കണം എന്നാണോ പറയുന്നത്? അല്ലല്ലോ. വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നിലപാടാണ് ഉണ്ടായത്. അത് തിരുത്തുകയാണ് ഏറ്റവും പെട്ടെന്ന് വേണ്ടത്. ശരി.